ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ നായകനെ സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിൽ വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. 2024 മാത്രമല്ല ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ പല വമ്പൻ റെക്കോർഡുകളും മറികടന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഈ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ വമ്പൻ തകർപ്പൻ പ്രകടനമാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഇന്നലെ ബുധനാഴ്ചയുടെ ആദ്യ 14 ദിവസം 2 വാരം പിന്നിട്ട് മൂന്നാമത്തെ വ്യാഴാഴ്ച കൂടിയായ 15-ാം ദിവസത്തിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. നിലവിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച കളക്ഷൻ പോസ്റ്റർ പ്രകാരം നോർത്ത് ഇന്ത്യൻ കളക്ഷനായി ആദ്യ 13 ദിവസം കൊണ്ട് 601 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ചൊവ്വാഴ്ച ഈ സിനിമ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് 19 കോടി 50 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 14-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയും ഈ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 19-20 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ പോസ്റ്റർ പുറത്തിറങ്ങിയതിന് ശേഷം പുതിയ പോസ്റ്റർ ഒന്നും പുറത്തു വന്നില്ല. 1409 കോടി രൂപയായിരുന്നു ഈ സിനിമ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. എന്തായാലും 14 ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രകാരം എങ്ങനെ പോയാലും 1500 കോടിയുമുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത. അതേസമയം വിവിധ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 13 ദിവസം കൊണ്ട് 1370 കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ തുടർച്ചയായി ഇന്നലെയും മെനിഞ്ഞാന്നും ഈ സിനിമ 20 ലക്ഷത്തിന് മുകളിൽ കളക്ഷനാണ് ഇവിടെ നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ 17 കോടി 60 ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. തളപതി വിജയ് നായകനായി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. 2024 തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയായ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈമിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 455 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. വിജയ് സേതുപതി നായകനായി നിതിലൻ സ്വാമിനാഥൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 14 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മഹാരാജ. ഇക്കഴിഞ്ഞ നവംബർ 29 ഈ ചിത്രം ചൈനയിൽ റിലീസ് ചെയ്തിരുന്നു. ഏകദേശം 40,000-ഓളം സ്ക്രീനുകൾ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ ചൈനയിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുകയാണ്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള 20 ദിവസത്തെ ചൈനീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 71.21 മില്യൺ യുവാനാണ് ചൈനയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് $9.77 മില്യൺ, ഇന്ത്യൻ കറൻസിയിൽ 83 കോടി രൂപ. നേരത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 110 കോടി കളക്ട് ചെയ്തിരുന്ന മഹാരാജ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള നേട്ടം കൂടിയായപ്പോൾ 193 കോടി രൂപയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ശിവകാർത്തികേയൻ നായകനായി രാജ്കുമാർ പെരിയസ്വാമി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് അമരൻ. OTT റിലീസിന് ശേഷവും വിവിധ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഈ സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ 50-ാമത്തെ ദിവസത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ശിവകാർത്തികേയന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിയ ഈ സിനിമ കേരള ഫൈനൽ കളക്ഷനായി 13 കോടി 80 ലക്ഷം രൂപയായിരുന്നു നേടിയെടുത്തിരുന്നത്. ഇന്നലെ ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലോകമെമ്പാടുമായി 330 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 100 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.